മാധ്യമങ്ങൾക്ക് വ്യക്തമായ അജണ്ടയുണ്ട്. ഞാൻ പ്രസ്താവനയെ വിമർശിച്ചിട്ട് റിയാസ് സലീം ഒരു പോസ്റ്റ് ഇട്ടുണ്ടാകും കണ്ടിട്ടുണ്ടായിരിക്കും. അത് അവന് മലയാളം അറിയത്തില്ല. പുള്ളി പഠിച്ച യുണൈറ്റഡ് കൊല്ലം എന്ന് പറയുന്ന ഏതോ ഈ രാജ്യത്തുള്ള. ഞാൻ പൃഥ്വിരാജിനെ വിമർശിച്ചതൊന്നും അല്ലടാ. അതാ ഞാൻ പറയുന്നത്, ഇതെല്ലാം നിങ്ങൾ അടർത്തിയെടുക്കുന്നതിനകത്തുള്ള പ്രശ്നങ്ങളാണ്. ഇന്ന് ഒരു പോസ്റ്റ് തന്നെ സ്റ്റേജിൽ പറഞ്ഞത് കൂടാതെ തന്നെ അതിൽ കുറെ അധികം പോയിന്റുകൾ പറയുകയാണ്. മെമ്മറി കാർഡ് സുരക്ഷയില്ലായ്മ. ഇത് എന്നോട് പറഞ്ഞാൽ ഞാനല്ലടാ അവനെ അന്വേഷിച്ചത്. കോടതിയോട് പറഞ്ഞിട്ട് പോലീസിലെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ നീതി കിട്ടില്ലെന്നുണ്ടെങ്കിൽ സർക്കാരിനെതിരെ പറയുക. അല്ലാതെ ഞാനെന്ത് ചെയ്യാം? ഇതിനകത്ത് അതിജീവിതയ്ക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ മേൽക്കോടതിയിൽ പോകാം, മറ്റ് ഏജൻസികളെ കൊണ്ട് അന്വേഷിക്കാം. എനിക്ക് തോന്നുന്നത് CBI കൊണ്ട് അന്വേഷിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ തുടക്കം തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരള പോലീസ് എന്ന് പറയുന്നത് ഫാബ്രിക്കേറ്റഡ് ആയിട്ട് ഇപ്പം എൻ്റെ ആരോപണമല്ല, അവർ പറയുന്ന പ്രകാരം ദിലീപിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഈ സർക്കാരും ഈ പോലീസും ഈ പ്രോസിക്യൂഷനും ചേർന്നിട്ട് ദിലീപിനെ രക്ഷിച്ചു എന്നതായിരിക്കണം സത്യം. അങ്ങനെയാണെങ്കിൽ അവർ പറയുന്നതാണ് ശരിയെങ്കിൽ, അപ്പോൾ അവർക്ക് നീതി കിട്ടണമെങ്കിൽ 100% നമുക്ക് നിയമത്തെ ആശ്രയിക്കാൻ പറ്റുമോ. അല്ലാതെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തതുകൊണ്ടോ കുറച്ച് ആൾക്കാർ എവിടെയെങ്കിലും നിന്ന് ബഹളം വെച്ചതുകൊണ്ടോ ഒന്നും ലോകത്ത് ഒരാളും ശിക്ഷിക്കപ്പെട്ട ചരിത്രവുമില്ല. അഖിലേട്ട എന്താണ് സംതൃപ്തനാണ് ഇതിന്റെ തുടക്കകാലം മുതൽ കൂടെ നിന്ന ആളെന്ന കൂടെ നിന്നതല്ല. തുടക്കകാലം മുതൽ ദിലീപിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് മറ്റുള്ള ചിലർ പ്ലാൻ ചെയ്തതാണ് എന്നുള്ള സംശയം എനിക്കുണ്ടായിരുന്നു. ഏറെക്കുറെ കോടതി വിധി വന്നു. ഉച്ചതൊട്ട് ഞാൻ കോടതിയുടെ ഈ ജഡ്ജിമെന്റ് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പറ്റുമെങ്കിൽ 2-3 ദിവസം കൊണ്ട് വായിച്ച് തീരാം. അതിന്റെ മലയാളം പരിഭാഷ ആരെങ്കിലത്തൊക്കെ പറഞ്ഞ് വായിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ സാധാരണക്കാർക്കും അത് കുറച്ചുകൂടെ മനസ്സിലാവും. അല്ല, അതിൻ്റെ ഫുള്ള് വായിക്കേണ്ട കാര്യമില്ലല്ലോ നമ്മൾക്ക്. അതായത് ഇതിങ്ങനെ ഓരോ ഘട്ടം ഫോണിലുണ്ടെങ്കിൽ കാണിച്ചു തരാം. പിന്നെ സ്റ്റാർട്ടിങ് മുതൽ ട്രയൽസ് മുതൽ പ്രതിഭാഗത്തെ ബാധിച്ച ഭാഗം ഞാൻ ഏതാണ്ട് 260-ാമത്തെ പേജൊക്കെയാണ്, 260-ാമത്തെ ഭാഗമാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിലൊക്കെയാണ്, അതായത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ സമർപ്പിച്ച കാര്യങ്ങൾ, അവിടെ തെളിവായിട്ട് വന്ന കാര്യങ്ങൾ, തെളിവുകളുടെ അപര്യാപ്തത. ഇപ്പോൾ മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറി എന്ന് പറയുമ്പോൾ മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ അല്ല, മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറിയിട്ടുള്ളൂ. അതിനുള്ളിലുള്ള ഫയൽസിൻ്റെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ല. ഫയൽസിൻ്റെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ലാത്തത് കൊണ്ടാണ് കോടതിയിൽ നിന്ന് കൃത്യമായിട്ട് പറഞ്ഞേക്കുന്നത് ദൃശ്യങ്ങൾ ലീക്കായിട്ടില്ല. ഇതൊന്നും ഞാൻ പറയുന്നതല്ല കേട്ടോ. നിങ്ങൾ ദയവ് ചെയ്ത് ഒരു 90% ആൾക്കാർക്കും എന്താണ് യാഥാർത്ഥ്യം എന്ന് അറിയാത്തതുകൊണ്ട് മാധ്യമങ്ങൾ അവരുടെ മുന്നിലേക്ക് പറയുന്ന കാര്യങ്ങൾ മാത്രം വിശ്വസിക്കുകയാണ്. നമ്മൾ ആരും ഒരു കാലത്തും സത്യം അറിയാൻ ശ്രമിക്കാറില്ല. അതാണ് ഇപ്പോഴും പ്രശ്നം. എന്താ പേടിച്ചു നോക്കുന്നു? അയ്യോ, അവൻ വിചാരിക്കുന്നുണ്ടായിരിക്കും എന്താ കാണിക്കുന്നത്. ഇതിന്റെ കേസിന്റെ തുടക്കം മുതൽ ഇതിന്റെ വാർത്തകൾ അറിയുന്ന മാധ്യമങ്ങളിലൂടെയാണ്. ഇത് മാധ്യമങ്ങൾ രാത്രി വാർത്തയിലൂടെയാണ് അറിയുന്നത്. അവരാണ് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ തരുന്നത്. ആ വാർത്തയിൽ എത്രത്തോളം ഇപ്പോഴും പത്രമാധ്യമങ്ങൾ. നമ്മുടെ ജനഗണമന സിനിമയിൽ പൃഥ്വിരാജ് പറഞ്ഞ അതേ സംഭാഷണം. മാധ്യമങ്ങൾ പറയുന്നതാണോ സത്യം പറയാനാണോ മാധ്യമങ്ങൾ? അത് മാത്രമല്ലാണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല. മാധ്യമങ്ങൾക്ക് വ്യക്തമായ അജണ്ടയുണ്ട്. ഞാൻ 2017 ഒരു ചാനലിലെ ചർച്ചയ്ക്ക് ഞാൻ ആ ചാനലും പറയുന്നില്ല, തൽക്കാലം ആ മാധ്യമപ്രവർത്തകരുടെ പേര് ഞാൻ പറയുന്നില്ല. എൻ്റെ കാതിൽ ഞാൻ കേട്ടുകൊണ്ട് നിൽക്കുന്ന കാര്യങ്ങളുണ്ട്. ഞാൻ ഫ്ലോറിൻ്റെ ഒരു ഭാഗത്ത് നിൽക്കുന്ന സമയത്ത് അപ്പുറത്തിരുന്നുകൊണ്ട് സംസാരിക്കുന്നത് 2 പേർ തമ്മിലുള്ള സംഭാഷണമാണ്. ദിലീപ് ആരാണ് നമ്മൾ വേണുവിനെ ഉൾപ്പെടെ ആക്ഷേപിക്കാൻ? അതായത് അന്ന് മാധ്യമപ്രവർത്തകൻ വേണുണ്ടല്ലോ ചാനലിൽ, വേണുവിൻ്റെ വേണുനാഥമൊക്കെ അങ്ങ് ചാനൽ മതി എന്നുള്ള രീതിയിൽ ദിലീപേട്ടനെ ഏതോടത്ത് സംസാരിച്ചു. അപ്പം വേണു എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകനെ അധിക്ഷേപിച്ചു എന്നുള്ളതും മാധ്യമ പ്രവർത്തകരെ അധിക്ഷേപിച്ചു എന്നുള്ളതും ഒരു ഈഗോ ഇവർക്ക് ഹർട്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ കാണിച്ചു കൊടുക്കും നമ്മൾ ആരാണെന്ന്. മലയാള സിനിമയിൽ നിന്ന് ഇന്ന ആൾക്കാർ വിളിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. ഇവനും മനസ്സിലാക്കണം നമ്മൾ എന്താണെന്ന്. ഇത് ഞാൻ എൻ്റെ ചെവിയിൽ 2017 കേട്ടതാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് നേരിട്ടറിയാവുന്നത്. മൊഴി കൊടുത്തേക്കുന്ന ആൾക്കാരുടെ മൊഴി എന്താണെന്ന് അറിയാതെയാണ് മൊഴി മാറ്റിയെന്ന് പറഞ്ഞ് കിടന്ന് ബഹളം വയ്ക്കുന്നത്. ഇപ്പം നമ്മളൊരു റോഡിൽ ഒരു ആക്സിഡൻറ്റ് നടന്നു കഴിഞ്ഞാൽ നമ്മളത് കണ്ടുകൊണ്ട് നിന്നാൽ നമ്മുടെ പോലീസ് നമ്മുടെ പേര് എഴുതിക്കൊണ്ട് പോകും. അങ്ങനെ എഴുതിക്കൊണ്ട് പോകുന്ന സമയത്ത് ചിലപ്പോൾ നമ്മോട് പറയണമെന്നില്ല, നമ്മൾ അന്നേരം പോലീസിനോട് പറയുന്നതായിരിക്കും വണ്ടി ആക്സിഡൻറ്റ് കണ്ടു എന്നൊക്കെയുള്ളത്. പിന്നീട് കോടതി വരുമ്പോൾ നമ്മൾ പോയി പറയാം അയ്യോ ഞാൻ കണ്ടിട്ടില്ല. കാര്യം കയറി ഇറങ്ങുന്നതിൻ്റെ ബുദ്ധിമുട്ട്. ഇത്തരത്തിൽ പോലീസ് ഇപ്പം ഈ 2013 അമ്മയുടെ പരിപാടികൾ നടന്ന സമയം മുതലാണ് ഉണ്ടായെന്നാണ് പറയുന്നത്. അന്ന് ആ പരിപാടിക്ക് വന്നിട്ടുള്ള പല ആൾക്കാരുണ്ട്. അപ്പോൾ അവരോടെല്ലാം പോയി ചോദിക്കും, അന്ന് പൾസർ സുനിയുടെ വന്നിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? ഇതാണ് ഈ മൊഴിയെടുപ്പ്. ഇതിൽ കുറേ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുമ്പോൾ ഇവരിത് മാറും. അതൊന്നും ഈ വിധിയെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. വിധി സോളിഡ് എവിഡൻസ് വേണം. ദൃക്സാക്ഷി ഉണ്ടെങ്കിൽ ശരി, ദൃക്സാക്ഷികളല്ലല്ലോ മാറിയത്. സോളിഡ് എവിഡൻസ് ഇല്ല.
ഞാൻ കുറച്ചു മുമ്പ് ഓപ്പണായിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. അഖിലേട്ടന്റെ പ്രസ്താവനയെ വിമർശിച്ചിട്ട് റിയാസ് സലീം ഒരു പോസ്റ്റ് ഇട്ടുണ്ട്. അഖിലേട്ടൻ കണ്ടിട്ടുണ്ടായിരിക്കും. അത് അവന് മലയാളം അറിയത്തില്ല. പുള്ളി പഠിച്ച യുണൈറ്റഡ് കൊല്ലം എന്ന് പറയുന്ന ഏതോ ഈ രാജ്യത്തുള്ള സ്ഥലത്തല്ല പുള്ളി പഠിച്ചത്. അപ്പോൾ മലയാളം വായിച്ച് മനസ്സിലാക്കാനുള്ള ശേഷിയില്ലായ്മ കൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. അതല്ലാത്ത ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഞാൻ 8 അതായത് 1, 2 അക്കമിട്ട് നിരത്തി 1, 2, 3, 4, 5, 6, 7, 8 എന്ന് പറഞ്ഞ് ജനങ്ങളുടെ സംശയങ്ങളും അതിനുള്ള ഉത്തരങ്ങളും എന്ന് പറഞ്ഞ് എഴുതുകയാണ്. അതിൽ ഒന്നാമത്തെ എൻ്റെ സംശയം, ഒരുപാട് പേർ പറയുകയാണ് പൾസർ സുനി എന്തിനിത് ചെയ്തു, ഇതാരെങ്കിലും പറഞ്ഞിട്ടല്ലേ ചെയ്തത്. അതായത് പൾസർ സുനി സ്വന്തമായും ചെയ്യാം, അവൻ മുമ്പും ഇത്തരത്തിലുള്ള കേസിലെ പ്രതികളാണെന്ന് പറയുന്ന ഒന്നാം ഭാഗം. രണ്ടാം ഭാഗത്തിൽ ഒരുപാട് പേർ പറയുന്നൊരു സംശയമാണ്, ടെമ്പോ ട്രാവലർ വെച്ചാണ് പീഡിപ്പിച്ചത്. ശരിയാണ്, ടെമ്പോ ട്രാവലർ വെച്ചാണ് പീഡിപ്പിച്ചതെങ്കിൽ ഇതൊരു ഗൂഢാലോചന നടത്തി ചെയ്തതാണ് നമുക്ക് വിശ്വസിക്കാം. കാര്യം ട്രാവലിനുള്ളിൽ നടക്കുന്നത് പുറത്താരും കാണത്തില്ല. അപ്പോൾ ഒരാൾക്ക് ഇത് പ്ലാൻ ചെയ്യാം. അപ്പം ഞാൻ ഉന്നയിക്കുന്ന വാദം എന്താണ്, ഇത് പ്ലാൻ ചെയ്ത് ദിലീപ് ചെയ്തതാണോ അല്ലയോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ എൻ്റെ റൈറ്റപ്സിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിൽ മനസ്സിലാകാതെ പോയത് ട്രാവലറിൽ വെച്ചല്ല കാറിൽ വെച്ചാണെന്നും അവിടെ പറഞ്ഞ് ആ വരി അവസാനിച്ചതിൻ്റെ അത്രയും ഭാഗത്ത് വെച്ച് സ്ക്രീൻഷോട്ട് എടുത്തു. അതായത് ഇവർക്ക് വേണ്ടത് എന്താണ്, ഇവർക്ക് എന്നെ മോശക്കാരനാക്കണം, അല്ലെങ്കിൽ ഇതിനകത്ത് ചെയ്ത ദിലീപാണെന്ന് വരുത്തി തീർക്കണം. അതുകൊണ്ട് എന്തത്, ഞാൻ എഴുതി തൊട്ടടുത്ത വരി ഇവന്മാർ മറച്ചു. തൊട്ടടുത്ത വരി എന്ന് പറയുന്നത് അതിക്രൂരമായിട്ട് അതിജീവിതയെ ഉപദ്രവിച്ചിട്ട് പൾസർ സുനി ഇത് ചെയ്തതുകൊണ്ടായിരിക്കും കോടതി അവരെ എല്ലാവരെയും ശിക്ഷിച്ചത്. പക്ഷേ ഇത്തരം ഒരു വിഡ്ഢിത്തരത്തിന് ദിലീപും മുതിരുമോ, ഇതൊരു ചോദ്യചിഹ്നമാണ്. അതായത് സാധ്യത കുറഞ്ഞ ഒരു സ്ഥലം, അതാണല്ലോ കാറ്. അപകടം കൂടിയ ഒരു ആക്ടിവിറ്റി, ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം, കൊച്ചി നഗരത്തിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനം, വളരെ സ്പേസ് കുറഞ്ഞൊരു സ്ഥലത്ത്, വെളിച്ചം കുറഞ്ഞൊരു സ്ഥലത്ത് ദൃശ്യങ്ങൾ പകർത്തി കൊണ്ടുവന്ന് ഒരു പെൺകുട്ടിയെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും വിവരം കെട്ട ഒരു പരിപാടി ചെയ്യുന്നതിന് പകരം ഇതേ കാര്യം ഏറ്റവും സേഫ് എന്ന് തോന്നുന്ന സ്ഥലം, അല്ലെങ്കിൽ ട്രാവലറിനുള്ളിലാണെങ്കിലും ഒക്കെയാണ്. അപ്പോൾ അത് പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഡെമോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് പ്രചരിപ്പിക്കുന്ന ഈ റിയാസ് സലീം 10 രൂപ എടുത്ത് എന്നെങ്കിലും അവൻ്റെ നാട്ടിലെ സ്ത്രീകളെയോ ഈ കിടക്കുന്ന ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ? വിവാദമാകുന്ന ഈ കേരളത്തിൽ എത്ര റേപ്പ് കേസ് നടക്കുന്നുണ്ടെന്നറിയാം ഒരു ദിവസം? എത്ര പെൺകുട്ടികൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നറിയാം ഒരു ദിവസം? മലയാള സിനിമയിലും അല്ലാതെയും സമസ്ത മേഖലകളിലും ജോലി ചെയ്യുന്ന സ്ഥലത്തും ഓരോ തൊഴിലിടങ്ങളിലും സ്ത്രീകൾ നേരിടുന്ന പ്രശ്നത്തെക്കുറിച്ച് ഉമ്മാർക്ക് ആർക്കെങ്കിലും അറിയാവോ? അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഈ ഫേസ്ബുക്കിൽ ഈ അവൾക്കൊപ്പം എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടുന്ന ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ജീവിതത്തിൽ ഒരു മനുഷ്യൻ, ഇപ്പം ഞാൻ എൻ്റെ നാട്ടിലെ കുടുംബശ്രീ തൊഴിലാളികൾക്ക് പ്രശ്നം വന്നാൽ അവർക്ക് വേണ്ടി ഞാൻ പോയി സംസാരിച്ചിട്ടുണ്ട്. തൊഴിലുറപ്പ് സ്ത്രീകൾക്ക് വേണ്ടി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ആശ അമ്മമാർക്ക് പ്രശ്നം വന്നപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. എന്നോട് നേരിൽ പരാതി പറഞ്ഞിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇത് പൾസർ സുനി പറയുന്നത് കേട്ടിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. എനിക്ക് കോടതിയെ വിശ്വസിക്കേണ്ടി വരും, ജഡ്ജ്മെന്റിനെ വിശ്വസിക്കേണ്ടി വരും. ദിലീപേട്ടനെ സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം പൃഥ്വിരാജിനെ വിമർശിക്കുന്ന രീതിയിലൊരു ഞാൻ പൃഥ്വിരാജിനെ വിമർശിച്ചതൊന്നും അല്ലടാ. അതാ ഞാൻ പറഞ്ഞത്, ഇതെല്ലാം നിങ്ങൾ അടർത്തിയെടുക്കുന്നതിനകത്തുള്ള പ്രശ്നങ്ങളാണ്. അതായത് ദിലീപ് മലയാള സിനിമയിൽ നിന്നും ധാരാളം പേരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. ഇത് പോലീസും ആ സമയത്ത് മാധ്യമങ്ങളും പറഞ്ഞതാണ്. ദിലീപ് ഒരു ക്രൂരനാണ്, ദിലീപ് മലയാള സിനിമയിൽ നിന്നും പലരെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ദിലീപ് അങ്ങനല്ല, മലർവാടി പോലുള്ള സിനിമകൾ വരുന്ന സമയത്ത് നിവിൻ പോളി ഉൾപ്പെടുന്നുള്ളവരെ കൊണ്ടുവരാൻ വേണ്ടി നിർമ്മിച്ചത് ഗ്രാൻഡ് പ്രൊഡക്ഷൻസ് ആണ്. തട്ടാശ്ശേരിക്കൂട്ടം അർജുന അശോകൻ്റെ പടം ചെയ്തത് ഗ്രാൻഡ് പ്രൊഡക്ഷൻസ് ആണ്. അതേപോലെ മെട്രോ എന്ന് പറയുന്ന പടം ചെയ്തത് ഗ്രാൻഡ് പ്രൊഡക്ഷൻസ് ആണ്. അപ്പോൾ ദിലീപ് നശിപ്പിച്ചു എന്ന് പറയുന്ന വാദം തെറ്റാണ്. മറിച്ച് ഇപ്പുറത്ത് പൃഥ്വിരാജ് മലയാള സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമെന്ന് അദ്ദേഹം പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നാളിതുവരെ ഒരു പുതിയ പ്രൊഡക്ഷൻ ഹൗസിൽ ഒരു പുതിയ ടീമിനെ കൊണ്ടുവന്നൊരു പടം ചെയ്ത് പുതിയ ആൾക്കാരെ കൊണ്ടുവന്നിട്ടില്ല. സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ചിട്ട് പുതിയ ആൾക്കാരെ കൊണ്ടുവന്നു എന്ന് പറയുന്നതല്ല ഞാൻ ഈ പറയുന്നത്. അത് ലോകത്തും സിനിമ തുടങ്ങിയ കാലം മുതൽ നായകന്മാരായിട്ട് സൂപ്പർ സ്റ്റാറുകൾ വരുമ്പോൾ അതിൽ അഭിനയിച്ചിട്ടുള്ള ധാരാളം ചെറുപ്പക്കാർ വന്നിട്ടുണ്ട്. പുതിയ സംവിധായകരെ ഏറ്റവും കൂടുതൽ കൊണ്ടുവന്നുള്ള മമ്മൂട്ടിയാണ്. ഇപ്പം ലോക എന്ന് പറയുന്ന സിനിമ ദുൽഖർ സൽമാൻ കൊണ്ടുവരുമ്പം അയാൾക്ക് റിസ്ക് ഇല്ലേ? ഇത് പൊട്ടിപ്പോയെന്തോ അപ്പൊ അങ്ങനത്തെ ഒരു റിസ്ക് ഒരു സമയത്ത് 2020 സിനിമ നിർമ്മിക്കുന്നതിന് ദിലീപിന് കാശുണ്ടാക്കാനാണോ? ദിലീപിന് കാശുണ്ടാക്കാനല്ല 2020 എടുത്തത്, അമ്മയിലെ അംഗങ്ങൾക്ക് പെൻഷൻ കൊടുക്കാനാണ്. ദിലീപിന് കാശുണ്ടാക്കാൻ സിനിമയിൽ അഭിനയിച്ചാൽ മതിയായിരുന്നു. ഒരാളുടെ ഇന്റൻഷനെ കുറിച്ചാണ് പറഞ്ഞത്. അല്ല, ഇപ്പൊ ആ പൃഥ്വിരാജിന്റെ പേരെടുത്തിട്ട് അതിലേട്ടന് ഇപ്പൊ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? കാരണം അഖിൽമാരാർക്ക് സോഷ്യൽ മീഡിയ അറ്റാക്ക് നോക്കി ജീവിക്കുന്ന ഒരാളൊന്നുമില്ല ഞാൻ. പറയുന്നവനൊക്കെ ഏത് കാലത്തും പറയാം. ഒരു കാലത്തും ഞാൻ ഈ സമൂഹങ്ങൾ നമ്മളെ പിന്തുണയ്ക്കണമെന്നോ അങ്ങനെയാണെങ്കിൽ ഞാൻ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ ആവർത്തിച്ച് വിമർശനം ഉന്നയിക്കൂ. എന്തായാലും മലയാള സിനിമയിലെ ഒരു താരത്തിന്റെ ഒരു അഭിപ്രായത്തിനോട് വിയോജിപ്പ് രേഖപ്പെടുത്താനുള്ള അവകാശം എനിക്കില്ലേ? അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോടാണ്. അദ്ദേഹം എന്ന് പറയുന്ന സംവിധായകനെയും അദ്ദേഹം എന്ന് പറയുന്ന നിർമ്മാതാവിനെയും അദ്ദേഹം എന്ന് പറയുന്ന നടനെയും ഒന്നും ഞാൻ ഒരിക്കലും വിമർശിക്കത്തില്ല. അവരുടെ അതിലൊന്നും നമ്മൾ ആരുമല്ല. പക്ഷേ
അദ്ദേഹം പറഞ്ഞൊരു അഭിപ്രായം, അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അതേസമയം ദിലീപ് ചെയ്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ഇപ്പുറത്തെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അതെന്തുകൊണ്ടാണ് ഇപ്പം മറ്റുള്ള ആൾ ചെയ്തതിലൊരു കുഴപ്പമില്ല. പക്ഷേ പൃഥ്വിരാജ് തൻ്റെ ഇൻ്റർവ്യൂകൾ വന്നിരുന്ന് ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമാണ്. അത് ചെയ്തോ ഇല്ലയോ, 2025 പുള്ളി പോയി ഹിന്ദി സിനിമകളിലും പുറത്തെ സിനിമകളിലൊക്കെ അഭിനയിക്കുന്ന സമയത്തും പണ്ട് അല്ലു അർജുനൻ വിജയുടെ സിനിമകളിലൂടെ ഹിറ്റായ സമയത്ത് അദ്ദേഹം പറഞ്ഞതെന്നറിയാമോ, അന്യഭാഷാ നടന്മാരുടെ സിനിമകൾക്ക് വേണ്ടി തിയേറ്ററുകൾ കൊടുത്തുകൊണ്ട് മലയാള സിനിമ ഉള്ള സിനിമകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് പറഞ്ഞ ആളാണ്. പിന്നീട് പുള്ളി തന്നെ പുറത്തുള്ള ഒരുപാട് സിനിമകൾ കൊണ്ടുവന്ന് ഇവിടെ വിതരണം ചെയ്ത്, ഇതൊക്കെ ഞാൻ പറയും വാക്കും പ്രവൃത്തിയിലുള്ള വ്യത്യാസം. അത് ചൂണ്ടിക്കാണിക്കണ്ടേ, ഉണ്ടായിരിക്കേണ്ട കാര്യമുണ്ടോ? അല്ല, കാലം മാറുന്നതനുസരിച്ച് ചിലപ്പോൾ അഭിപ്രായം മാറിയില്ല. അന്ന് തീർച്ചയായിട്ടും മാറും. അപ്പൊ അന്നാണ് ഞാൻ പറഞ്ഞത്, ഞാനതിനെ കണക്ട് ചെയ്ത് എവിടുന്നാണ്. കാലം മാറിയതിനനുസരിച്ച് ഒരാൾ രക്ഷപ്പെടുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണ്ട. ഇപ്പം ഞാൻ മന്ത്രി ആയാൽ അല്ലെങ്കിൽ ഞാൻ MLA ആയാൽ ഇന്ന കാര്യങ്ങൾ നാടിന് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ കുടുംബക്കാർക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരുന്ന നിങ്ങളെന്തോ പറയും? ദിലീപേട്ടനെ കാണാൻ പോയിട്ടുള്ള ഒരാൾ കൂടിയാണ്. അദ്ദേഹത്തെ അവിടെ പോയി കണ്ടിട്ടുള്ള ആൾ കൂടിയാണ്. അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ ആ സമയത്ത് എന്തായിരുന്നു? അദ്ദേഹത്തിന് അന്നത്തെ മാനസികാവസ്ഥ ഓക്കെയാണ്. പക്ഷേ കഴിഞ്ഞ 8 വർഷത്തെ ആ മനുഷ്യന്റെ ലൈഫ് എന്താണെന്ന് ചിന്തിക്കാൻ പോലും തെറ്റുകാരനല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കും നിങ്ങൾ. വിത്ത് ദിവസം ഡ്രോൺ തന്നെ പിന്നാലെ പറഞ്ഞ അടുക്കളയിൽ വരെ ഡ്രോൺ എത്തിയെന്ന രീതിയിൽ ഡ്രോൺ ഇസ്രായേലിൽ നിന്ന് വിടുന്ന ഇടം. കളിയെ കുറിച്ചോ അല്ലേ? ഒരൊറ്റ ചോദ്യം ഞാൻ ഈ പറഞ്ഞതിന്റെ അറ്റം പോലെ അടർത്തി എടുത്തിട്ട് തോന്നിയ ക്യാപ്ഷൻ എഴുതി ഞാൻ കൊടുത്തേക്കാം. ഫുൾ വീഡിയോ യൂട്യൂബിലുണ്ട്. ഒരൊറ്റ അതായത് രാഹുൽ മോങ്കൂട്ടം പുറത്ത് നടക്കുമ്പോ രാഹുൽ ഈശ്വർ അകത്താണെന്നുള്ള രീതിയിൽ കുറെ അത് ആട് സിനിമയിൽ ഷാജി പാപ്പൻ പറഞ്ഞ കണക്കാ. ഇത്രയും ഗതികെട്ടവൻ ഈ ലോകത്തുണ്ടോ എന്ന് ഷാജി പാപ്പൻ ചോദിച്ച എനിക്ക് അവസ്ഥ എനിക്ക് അതിനകത്ത് പറയാനുണ്ട്. രാഹുൽ ഈശ്വറിന് എനിക്ക് നീതി കിട്ടിയിട്ടില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, അദ്ദേഹത്തിന് ജയിലിൽ കിടക്കാനുള്ള അതിനുള്ള വകുപ്പുണ്ട്. യോഗം ഉണ്ടോന്നു? യോഗല്ല, അല്ല ജയിലിൽ കിടക്കാനുള്ള യോഗം ഉണ്ടോ സോഷ്യൽ മീഡിയയിൽ ട്രോൾ ഒരുപാട് ലേറ്റ് സോഷ്യൽ മീഡിയയിൽ രാഹുൽ ഈശ്വർ ട്രോൾ മെറ്റീരിയൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ മനുഷ്യനും ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ സംസാരിക്കുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്നുള്ളത് ഇനി വരുമ്പോൾ വിളിക്കണേ. മറ്റേത് സംസാരിച്ചിട്ടുണ്ട്.